വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജനവിരുദ്ധ നടപടികൾ റിപ്പോർട്ട് ചെയ്തതിലുള്ള പ്രതികാരമാണ് റൂബിൻ ലാലിന്റെ അറസ്റ്റെന്ന് കിഫ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി 24-നോട് പറഞ്ഞു. ഫോറസ്റ്റുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം മീഡിയയിൽ കൂടെ പുറത്തു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ലാലിനെ പോലെ ഒരു ഇടപെട്ടുകൊണ്ട് 2021 12 പേര് മരിച്ചിട്ട് പിന്നീട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്തരം പ്രവർത്തകർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഈ പാവപ്പെട്ട റൂബിൻ ലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത്? അദ്ദേഹം ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? ഫോട്ടോ എടുത്തുന്നോ? ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഏത് കാര്യങ്ങളാണ് ജനസമക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റുക? ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയകളല്ലേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത്തരം ഉദ്യോഗസ്ഥന്മാരെ ആദ്യം കുരക്കിന് പിടിച്ചാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ എന്ത് നിലനിൽപ്പാണുള്ളത്? പോലീസ് സ്റ്റേഷന് മുന്നിൽ കിഫയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് ശ്രീകാന്ത് ആതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ശ്രീകാന്ത്, അല്പം മുൻപ് നമ്മൾ കണ്ടത് റൂബിനെ, നമ്മുടെ സഹപ്രവർത്തകൻ റൂബിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതാണ്. അതിനിടെ ശ്രീകാന്തിനോട് റൂബിൻ പറഞ്ഞത് പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്, ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിർത്തി, വിളിച്ചുകൊണ്ടുപോയത് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ്, CI കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, വെച്ചേക്കില്ല എന്ന് CI ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണല്ലോ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് റൂബിൻ ലാലിനെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത്. ആ ഘട്ടത്തിൽ റൂബിൻ ലാലിന്റെ പ്രതികരണം 24-ന് കിട്ടി. അതിൽ റൂബിൻ ലാൽ പറയുന്നത് ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് CIയും പോലീസ് സംഘവും തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. വന്ന വഴിക്ക് തൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, തൻ്റെ താടിക്ക് തട്ടി തന്നെ അസഭ്യം പറഞ്ഞു എന്നതടക്കം റൂബിൻ ലാൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, തന്നെ വച്ചേക്കില്ല, കൊന്നുകളയും എന്നുവരെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി, CI ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് റൂബിൻ ലാൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച്, സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് ഒരു അറസ്റ്റ് നടത്തുന്നു, കൊണ്ടുവരുന്നു, മർദ്ദിക്കുന്നു, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുന്നു. കൃത്യമായി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് റൂബിൻ ലാലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിനിടയിൽ റൂബിൻ ലാൽ മദ്യപിച്ചിരുന്നു, അതുകൊണ്ടാണ് റൂബിൻ ലാലിന് വസ്ത്രം കൊടുക്കാതിരുന്നത് എന്നൊരു കഥ കൂടി വരുന്നു. ഈ റൂബിൻ ലാൽ മദ്യം തൊടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അദ്ദേഹം മദ്യപിക്കുന്നയാളല്ല എന്ന് ഇവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനും സാധിച്ചു. ഈ കഥകളൊക്കെ ഇറക്കിയാണ് ഇപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലീസ്. മറ്റൊന്ന്, കിഫയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധം നടന്നു. അവരുടെ ജില്ലാ അധ്യക്ഷൻ നമ്മളോട് സംസാരിച്ചു. പറഞ്ഞത് വന്യജീവി സംഘർഷം, വന്യജീവി പ്രശ്നം ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന ജീവന് തന്നെ ഭീഷണിയായ പ്രശ്നമാണ്. മാത്രമല്ല, കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മാധ്യമപ്രവർത്തകർ ഇത്തരം വാർത്തകൾ പുറത്തറിയിക്കുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെയെങ്കിലും കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത് എന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് പറയുകയും ചെയ്തു. കിഫയുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവും നടക്കുകയുണ്ടായി. എന്തായാലും വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. ശരി ശ്രീകാന്ത്, ഏതായാലും ഇതിന്റെ മറ്റു വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കൂ. നമ്മൾ ഈ കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ നേരത്തെ കണ്ടത് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള കിഫയുടെ പ്രതിഷേധമാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കർഷക ജീവിതം തിരികെ കൊണ്ടുവരിക, കർഷക ജീവൻ സിന്ദാബാദ്, കർഷക ജീവൻ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, കിഫ സിന്ദാബാദ്, കിഫ സിന്ദാബാദ്. ശ്രീകാന്ത് ആണ് നേരത്തെ നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതും റൂബിൻ ലാൽ പോകാൻ നേരത്തെ പോലീസിന് റൂബിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്തിനോട് പ്രതികരിച്ചതാണ്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. റൂബിൻ പറയും ഏത് തരത്തിലുള്ള പീഡനമാണ് റൂബിന് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നതെന്ന്. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ CI ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. CI ആണ് കൊല്ലുന്ന് പറഞ്ഞേ. CI എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.